ഈ വിഭാഗത്തിന്റെ ജാതിയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഉത്സവങ്ങളിൽ മാരിയമ്മൻ, കാളിയമ്മൻ, മീനാക്ഷി എന്നീ ദേവതകളെ ആരാധിക്കുന്നതിന്റെ ഭാഗമായി സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ച് തങ്ങളുടെ വാദ്യോപകരണങ്ങളുടെ സഹായത്തോടെ അവതരിപ്പിക്കുന്ന ഈ നൃത്തത്തിൽ പാട്ടിലൊക്കെ പ്രാധാന്യമില്ല. തനത് നാടൻ കലാസ്നേഹികളായ എല്ലാവർക്കുമായി വേദിയിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നു മലപ്പുലയാട്ടം. അറുപത്തിമൂന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ആദ്യമായിട്ട് ഉൾപ്പെടുത്തുന്ന മത്സര ഇനമായിട്ടുള്ള മലപ്പുലയാട്ടത്തിന്റെ വേദിയിലാണ് നമ്മളുള്ളത്. ഇപ്പം നമ്മുടെ കൂടെ ഉള്ളത് വയനാട് നിന്നുള്ള MGM മാനന്തവാടിയിലെ കുട്ടികളാണ്. എത്ര നാളായി എടുത്തു ഈ മലപ്പുലയാട്ടം പഠിച്ചെടുക്കാനൊക്കെ? ഞങ്ങൾ 2-3 മാസം കലോത്സവത്തിന് വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്തെടുത്തതാണ്. നിങ്ങളുടെ ടീമിൽ ആരെങ്കിലും സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ? ഞങ്ങൾ സ്കിറ്റ് ഇംഗ്ലീഷിനുണ്ടായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു? പ്രൈസ് ഉണ്ടായിരുന്നു? ഓക്കെ. അപ്പോൾ നമ്മുടെ ഇവരെ മലപ്പുലയാട്ടം പഠിപ്പിച്ച അധ്യാപകരും നമ്മളോടൊപ്പം ഉണ്ട്. അവരോടും കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം. മോൾഡ് ചെയ്തെടുക്കാനായിട്ട് എത്ര സമയം എടുത്തു? കുറഞ്ഞ സമയം എടുത്തുള്ളൂ. ജില്ല ചെയ്തതിനകത്ത് ചെറിയൊരു മാറ്റം വരുത്തിക്കൊണ്ട് സ്റ്റേറ്റിലേക്ക് വരിക എന്നുള്ളത്. കാരണം നമുക്ക് അവിടെ ചെന്നിട്ട് ഞാനും രഞ്ജിത്ത് അടക്കമുള്ള ആളുകൾ ഇടുക്കിയിൽ പോയി അവിടുന്ന് നമ്മുടെ സുഹൃത്തുണ്ട് അനിക്കുട്ടൻ മറയൂരുള്ളതാണ്. അദ്ദേഹം പാരമ്പര്യമായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ കൂടുതൽ പഠിച്ചാൽ പഠിച്ചിട്ടാണ് കുട്ടികൾക്ക് പരിശീലനം കൊടുക്കുന്നത്. എങ്ങനെ കുട്ടികൾ പ്രതീക്ഷയോടൊത്ത് അടിപൊളിയായിട്ട് ചെയ്തു? ഈ കലാരൂപത്തെ കുറിച്ച് കൂടുതലായിട്ട് എന്താ? നമ്മുടെ ഈ വർഷം മുതൽ 5 കലാരൂപങ്ങൾ നമ്മുടെ മത്സരത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഏറ്റവും മികച്ചു നിൽക്കുന്ന പാട്ടില്ലാത്തൊരു കലാരൂപം എന്ന് പറയുന്നത് മലപ്പുലയാട്ടമാണ്. അതുപോലെ തന്നെ ഈ ദേവീ സങ്കല്പത്തിൽ, അതുപോലെ ഇതിൽ മാരിമ സങ്കല്പത്തിലൊക്കെ ഉള്ള അത് കല്യാണ ചടങ്ങിന് ഒക്കെ ആയിട്ട് കൃഷി, അങ്ങനെ ഒരുപാട് ചടങ്ങിൻ്റെ ഭാഗമായിട്ട് ചെയ്തു വരുന്ന സംവിധാനമാണ് ഈ മലപ്പുലയാട്ടം. മലപ്പുലയാട്ടത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വാദ്യങ്ങൾ തന്നെ വ്യത്യസ്തമായിട്ടുള്ള വാദ്യങ്ങളാണ്. നമ്മൾ കേട്ട് പരിചയമില്ലാത്ത നാട്ടുവാദ്യം എന്ന് പറയുമ്പോൾ എല്ലാവരും മനസ്സിലേക്ക് വരുന്ന തുടി അങ്ങനത്തെ വാദ്യമായിരിക്കും. പക്ഷേ ഇത് ഉറുമി, കിടിമുട്ടി, കട്ടവാദ്യം, ചിക്ക് വാദ്യം, എല്ലാത്തിനും കൂടി സിക്ക് വാദ്യങ്ങളെന്ന് പറയും. അങ്ങനെ ഉള്ള ഒരു കോമ്പിനേഷനിലാണ് ഇത് ചെയ്യുന്നത്. പാട്ടില്ല, കൊട്ടിൻ്റെ താളത്തിലേക്കുള്ള അത്. പിന്നെ ഇവർ ഹിൽപുലാസ് എന്ന് പറയും. ഒരുപാട് വർഷം നമുക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഇതെല്ലാം സംസ്ഥാന കലോത്സവത്തിൽ ഉൾപ്പെടുത്തണം എന്നുള്ളത്. കുറേ വർഷം ഞങ്ങൾ ക്യാമ്പുകളും ശില്പശാലകളും ഒക്കെ സംഘടിപ്പിച്ച് നാട്ടുകാരെ കൂട്ടം നല്ല വലിയ സംഘടന ഉണ്ട്. അപ്പോൾ ആ സംഘടന പല വേദികളിൽ സാംസ്കാരിക വകുപ്പിനോടും വിദ്യാഭ്യാസ വകുപ്പിനോടും ഫോക്ലോർ അക്കാദമിക്കൊക്കെ നിരന്തരം കീർത്താർട്സ് പോലത്തെ സംവിധാനത്തിലൊക്കെ നിരന്തരം നമ്മൾ ബന്ധപ്പെടുകയും അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയും ചെയ്തിട്ടാണ് ഈ വർഷം മുതൽ വന്നത്. വളരെ സന്തോഷമുണ്ട്. കേരളത്തിൽ ഒട്ടനവധി ഗോത്ര കലാകാരന്മാർക്ക് ഒരു വരുമാന മാർഗമാവും. അവരെ വാദ്യങ്ങൾ അവർക്ക് നിർമ്മിക്കാൻ അവസരം കിട്ടും. ഓർണമെൻറ്റ്സുകൾ, വസ്ത്രധാരണ രീതികൾ കേരളം മൊത്തം ഏറ്റെടുത്ത് വളരെ സന്തോഷം.